കൽപ്പടിയിൽ ഓഡിറ്റോറിയം ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ഉള്ളത്. നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ സൈലൻ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറുമാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് ഞങ്ങളിവിടെ ഒരു എൻഗേജ്മെൻറ്റിനായിട്ട് പോകുന്നത്. അത്ര വലിയ ഓഡിറ്റോറിയമൊന്നുമല്ല, പക്ഷേ സാമാന്യം തരക്കേടില്ലാത്ത തരത്തിൽ തന്നെ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉള്ളതാണ്. എൻ്റെ ബ്രദറിൻ്റെ ഒരു എൻഗേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇപ്പോഴും പോകുന്നത്. പോയപ്പോഴത്തേക്കും എൻ്റെ മോളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് തോന്നിയത്. അപ്പം ആൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ആ ചിത്രപ്പണികളും കൊത്തുപണികളും ഒക്കെ കണ്ടപ്പോൾ എന്തായാലും ഇതുപോലുള്ള കലാരൂപങ്ങൾ ഈ ഒരു സമയത്തും നന്നായിട്ടുള്ള രീതിയിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുള്ളത് കൊണ്ട് ഇതൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ചെറിയ ചെറിയ എൻഗേജ്മെൻറ്റുകളൊക്കെ നടത്തണമെന്നുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും അവിടേക്ക് ചൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. കാര്യം അതിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ അത് നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൂച്ചെടികളും പുഷ്പവും കാട് എല്ലാം കൃത്യമായിട്ട് തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു രീതിയിൽ തന്നെ ഇവരവർ പരിപാലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. ഇതൊരു ശ്രീരാമൻ്റെയും സീതയുടെയും ചിത്രമാണ് അവിടെ ആലേഖനം ചെയ്ത് വെച്ചേക്കുന്നത്. ഫലവൃക്ഷങ്ങളും ചെറിയ ചെറിയ പൂച്ചെടികളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ഒരു പ്രദേശം മുഴുവനായിട്ടും. എന്തായാലും നമ്മളിത് ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ഇത് വീഡിയോ എടുക്കണമെന്ന് മോൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തായാലും നൈമ പറഞ്ഞതല്ലേ, ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്തായാലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും കുട്ടികളെല്ലാം ഭയങ്കര സന്തോഷത്തോടു കൂടി ഈയൊരു സമയം ഉപയോഗിച്ചിരുന്നു. അവർ കണ്ടില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതും കാണുന്നതും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. ഇതിന് മുമ്പും പലരും വീഡിയോ എടുത്തിട്ടുണ്ടാകാം, പക്ഷെ എന്തോ ഞങ്ങൾക്കിവിടെ വന്നപ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ഉണ്ടായി, നല്ലൊരു അറ്റ്മോസ്ഫിയറായിട്ട് തോന്നി. അപ്പോൾ അതെന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് നമുക്ക് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയൊരു ഓഡിറ്റോറിയം ചെറിയ സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ സൗകര്യത്തിനകത്ത് ഉള്ള ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവർ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുന്നുണ്ട്. എന്തായാലും ഈ പാർക്കിംഗ് സൗകര്യവും സ്പേസും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു പലരും അവിടെ ബുക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ മാരേജും അതുപോലെ തന്നെ റിസപ്ഷനും ഒക്കെ അറേഞ്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇതെല്ലാം എൻ്റെ മോള് സ്വന്തം ഇഷ്ടപ്രകാരം നിൽക്കുന്നതാണ്. നമ്മളിത് പറഞ്ഞു കൊടുത്തിട്ട് നിൽക്കുന്നതല്ല, ഇതെല്ലാം പോസ് ചെയ്യുന്ന ആൾ തന്നെയാണ് പോസ് ചെയ്തത്. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You are not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. എന്തായാലും ഇവിടെ വരുന്നവർ ഫോട്ടോ എടുക്കാതെ എന്തായാലും ഉറപ്പായിട്ട് പോകില്ല. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് എന്തായാലും വരുന്നവർ പോകത്തുള്ളൂ. അത്രയ്ക്ക് സുന്ദരമാണ് ഈ പ്രദേശം. എന്തായാലും ചെറിയ ചെറിയ പിന്നെ
പിന്നെ ഫംഗ്ഷനും അതുപോലെ എൻഗേജ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ നടത്താൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്ക് തോന്നിയത് എന്തായാലും ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പിന്നെ പറയുന്നത്. ഇത്രയും ഭംഗിയായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങളെ ഒരിടത്തും പോയിട്ടില്ല. നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത്, നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് സിറ്റിക്കകത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അറിയുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. മ്യൂസിയവും അതുപോലെ തന്നെ പിന്നെ വാക്സ് മ്യൂസിയവും സൂവും ഒക്കെ ഉണ്ട്. പിന്നെ ശംഖുമുഖവും പൊന്മുടിയും. പക്ഷേ ഈ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും സൈലൻ്റാണ്. വളരെ വെയിലോ അങ്ങനെയൊന്നുമില്ല. കൃത്യമായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും. അവിടെ അതിനകത്ത് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാനത് പിന്നെ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൂട്ടുകാരോ അതല്ലാന്നുണ്ടെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്നെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്ത് നോക്കണം, നിങ്ങളൊന്ന് പോയി നോക്കണം. ഇവിടെ ചെറിയ മാരേജ് വല്ലതും ആണെങ്കിലോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ ആണെങ്കിലോ ഫോട്ടോ എടുക്കാനൊക്കെ ഇപ്പോൾ നമ്മുടെ ഫോണിലെടുത്ത ഫോട്ടോയാണ്. അപ്പം നല്ല ക്യാമറയിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. എന്തായാലും എല്ലാവരെയും ഇതൊന്ന് കാണിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കുക. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം.